രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകൾ എപ്പോഴും വലിയ രീതിയിൽ തന്നെ ദുരൂഹത സൃഷ്ടിക്കുന്നതാണ്. കാരണം ഈ ഒരു വർഷം ആവുമ്പോഴത്തേക്ക് ഈ SPG ഉദ്യോഗസ്ഥർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൽ അവർ എല്ലാ കൊല്ലവും പറയുന്ന ഒരു കാര്യമാണ്, രാഹുൽ ഗാന്ധി SPG ഉദ്യോഗസ്ഥരോട് ഒന്നും തന്നെ പറയാതെ സ്വകാര്യമായി വിദേശ സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് SPG തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് പലതരത്തിലുള്ള സംസാരങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിക്ക് കാമുകിയുണ്ട്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്ക് ഒരു കുടുംബമുണ്ട് വിദേശത്ത്, അവരെ കാണാനൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ ഗാന്ധി കുടുംബം, ഇപ്പോൾ സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, ആരും തന്നെ അതിനൊരു വ്യക്തമായ ഒരു മറുപടി നൽകുന്നില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ഒന്നും പറയാതെ ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് മുങ്ങുന്നത് അത് വലിയ രീതിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഒരു തലവേദന ഉണ്ടായിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെ പോലെ ഒരു VVIPക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം SPG ആണ്. അതിൽ അവരൊരു ആൻസർ പറയേണ്ടി വരും. നിലവിൽ പുറത്തു വരുന്ന കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ 22 വർഷത്തിനിടെ രാഹുൽ ഗാന്ധി 54 യാത്രകൾക്കായി ചെലവഴിച്ചത് 60 കോടിയോളം രൂപയാണ് ചെലവഴിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പറയുന്നത്. ഇതിനൊക്കെയുള്ള പണം, ഇതിനൊക്കെയുള്ള ഫണ്ട് എവിടെ നിന്ന് വന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. രാഹുൽ ഗാന്ധിക്ക് നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ജോസ് സോറസിന്റെ ഒരു NGOസുമായി രാഹുൽ ഗാന്ധിക്ക് വലിയൊരു അടുത്ത ബന്ധമുണ്ട്. അവർ പറയുന്ന PR വർക്കുകൾ അനുസരിച്ചാണ് രാഹുൽ ഗാന്ധി ലോകസഭയിലായിരുന്നാലും ശരി തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പുറത്തും അകത്തും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഭാരതത്തിനെ കുറ്റം പറയുന്നു, ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയുന്നു, ഇന്ത്യയുടെ ഭരണഘടനയെ കുറ്റം പറയുന്നു, അകത്താണെങ്കിൽ മോദി സർക്കാരിനെ കുറ്റം പറയുന്നു. അതോടൊപ്പം തന്നെ ലോക്സഭയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ രാഹുൽ ഗാന്ധി അയച്ചുവിടാറുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ 5 മടങ്ങിലധികം വരുമെന്നാണ് BJP MP സംബിത് പത്ര ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 22 വർഷമായി രാഹുൽ ഗാന്ധി പാർലമെന്റ് അംഗമാണ്. ഈ വർഷങ്ങളിൽ അദ്ദേഹം നിരവധി വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായി 54 വിദേശ യാത്രകളാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. ഈ യാത്രകൾ പരസ്യമാണെങ്കിലും അവയുടെ ചെലവുകൾ ഇതുവരെയായിട്ട് പരസ്യമാക്കിയിട്ടില്ല. ഓരോ വിദേശ യാത്രയിലും ഏകദേശം 4 പേർ രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചിരുന്നു. 2013-14 മുതൽ 2022-23 വരെയുള്ള രാഹുൽ ഗാന്ധിയുടെ വരുമാനത്തിന്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഈ 10 വർഷത്തെ കാലയളവിൽ രാഹുൽ ഗാന്ധിയുടെ വരുമാനം 11 കോടിയായിരുന്നു. 11 കോടി വരുമാനമുള്ള രാഹുൽ ഗാന്ധി തന്റെ വിദേശ യാത്രകൾക്കായി മാത്രം 60 കോടി ചെലവഴിച്ചിരിക്കുന്നു. ഇത് എങ്ങനെ സാധ്യമാകുമെന്നാണ് സാമ്പത്രത ചോദിക്കുന്നത്. ആരാണ് അദ്ദേഹത്തിന് ധനസഹായം നൽകുന്നത്? വിദേശ കമ്പനി അദ്ദേഹത്തിന് ധനസഹായം നൽകിയെങ്കിൽ രാഹുൽ ഗാന്ധി നിയമങ്ങൾ പാലിച്ചാണോ അത് വാങ്ങിയത് എന്നാണ് ഇപ്പോൾ സംബിത് പത്ര ഇപ്പോൾ ചോദിക്കുന്നത്. 2014-15 കാലയളവിൽ രാഹുൽ ഗാന്ധി വിദേശ യാത്രകൾക്കായി 4.5 കോടി രൂപ ചെലവഴിച്ചതായി സംബിത് പത്ര പറയുന്നുണ്ട്. 2017-18 രാഹുൽ ഗാന്ധിയുടെ വരവ് 1.20 കോടി രൂപയായിരുന്നു. എന്നാൽ വിദേശ യാത്രകൾക്കായി 6 കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു. 2019-20 രാഹുൽ ഗാന്ധി 1.39 കോടി രൂപ സമ്പാദിക്കുകയും വിദേശ യാത്രകൾക്കായി 4.6 കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു. 2018-19 രാഹുൽ ഗാന്ധിയുടെ വരുമാനം 1.22 കോടി രൂപയായിരുന്നു. എന്നാൽ അദ്ദേഹം വിദേശ യാത്രകൾക്കായി 3.9 കോടി രൂപ ചെലവഴിച്ചു എന്നും 2021-2022 രാഹുൽ ഗാന്ധി 1.3 കോടി രൂപ സമ്പാദിക്കുകയും 2001 മുതൽ രാഹുൽ ഗാന്ധി ഇതുപോലെ വിദേശ സന്ദർശനം എല്ലാം തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നടക്കം ഈ കോടിക്കണക്കിന് രൂപ ആര് രാഹുൽ ഗാന്ധിക്ക് ഈ ഫണ്ട് ഓരോ വിദേശ യാത്രയ്ക്കും കൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ BJP ചോദിക്കുന്നത്. 2004 രാഹുൽ ഗാന്ധി ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിന്റെ ആസ്തി 55.58 ലക്ഷമായി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 2024 അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അവസാനമായി സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോൾ തന്റെ ആസ്തി 21 കോടിയാണെന്ന് അദ്ദേഹം പറയുന്നത്. അത് വലിയൊരു വർധനവ് രാഹുൽ ഗാന്ധിയുടെ സമ്പാദത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആസ്തിയിൽ ഉണ്ടായെന്നും ഈ പണങ്ങളൊക്കെ ആരാണ് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്നത്, അതായത് രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങൾ നടക്കുമ്പോൾ വലിയ കലാപങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടാകുന്നു, അത് അക്രമസക്തമായി പോകുന്നു, വലിയ രീതിയിലൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ പണം വിദേശ സംഘടനകൾ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ BJP തന്നെ ചോദിക്കുന്നത്.